എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വെജിറ്റേറിയൻകാർക്ക് നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് വെജ് ബർഗറാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ താരം. അപ്പോൾ എപ്പോഴും നമ്മൾ ചിക്കനല്ലേ കഴിക്കുന്നത്, അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട്, 2 കുക്കുംബർ, ഒരു ക്യാരറ്റ്, ഒരു തക്കാളി, പിന്നെ ഒരു ക്യാപ്സിക്കം, ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ചീസ്, അത് ഗ്രേറ്റഡ് ചീസാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുറച്ച് പനീർ വേണം, 2 ബണ്ണ് നമുക്ക് ആളിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് ബട്ടറും ഓയിലും ഒഴിച്ചെടുക്കാം. പിന്നെ ആദ്യം തന്നെ സവാളയും പിന്നെ സെല്ലറി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. വഴന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ, അത് കാണിച്ചിട്ടില്ല. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒന്ന് ആവിയേറിയാൽ മതി. അപ്പോഴത്തേന് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വരും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് അതോട് ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ മിക്സാക്കി വന്നതിന് ശേഷം ഇതിലേക്ക് ചാറ്റ് മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. അതൊരു 3/4 ടീസ്പൂണോളം ചേർത്തെടുത്തിട്ടുണ്ട്. അതാണ് കേട്ടോ ഈ കൂട്ടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സൂപ്പർ ടേസ്റ്റാണ്, അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണം. പിന്നെ കുറച്ച് പനീർ എടുത്തിട്ടുണ്ട്, ക്യൂബ്സ് ആയിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചീസ് ഒന്ന് പീസാക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഗ്രേറ്റഡ് ചീസ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്ലൈസ് ചീസാണുള്ളത്, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ചേർക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബണ്ണാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ 2 ബണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ 2 ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നിറച്ച് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ മറ്റേ ബണ്ണിലും ഇതുപോലെ ഫില്ലിങ്സ് നിറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊരു സ്ലൈസ് ചീസ് 2ലും ഓരോന്നും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടച്ചു വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുക. അടച്ചു വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലും കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ അതിട്ട് കൊടുത്തിട്ടുണ്ട്. കരിയാതെ നോക്കണം കേട്ടോ. പിന്നെ വേണ്ടത് ചാറ്റ് മസാല, പിന്നെ കുറച്ച് ടൊമാറ്റോയുടെ കെച്ചപ്പ്, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന ബണ്ണുണ്ടല്ലോ അതിങ്ങനെ ഇതിൽ പാനിലേക്ക് ഒന്ന് വെച്ചെടുക്കാം. തിരിച്ചും മറിച്ചും സൈഡൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരുപാട് സ്പൈസായിട്ട് തോന്നും, പക്ഷേ അത്രയ്ക്കൊന്നും സ്പൈസ് ഇല്ല കേട്ടോ. നമ്മുടെ കെച്ചപ്പിൻ്റെയും കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ആ റെഡ് കളർ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. സ്പൈസ് വേണ്ടവർക്ക് കുറച്ച് ഇട്ടാൽ മതി, അധികം ഇട്ടാൽ മതി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് ഉണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പനീറൊക്കെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ വെജിറ്റേറിയൻകാർക്ക് നല്ല അടിപൊളി ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. സ്കൂളിലും ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി സ്നാക്ക്. അപ്പം നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിച്ചേരാം.